ഏതാണ്ട് 1 കോടിയോളം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ ഫോൺ നമ്പർ മാത്രമല്ല, ഇമെയിൽ ID ഉൾപ്പെടെയുള്ള, ഞാനത് വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആ വിവരങ്ങൾ ആ വ്യക്തികളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഏകപക്ഷീയമായി ചോർത്തിയെടുത്ത് സ്വകാര്യ വിദേശ കുത്തകകൾക്ക് കൈമാറിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും പെട്ടെന്ന് ക്രിമിനൽ കേസ് എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2017 കേരളത്തിൽ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. അന്ന് സുപ്രീം കോടതി ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 9-അംഗ ബെഞ്ച് 2017 DY ചന്ദ്രചൂഡായിരുന്നു, ദീപക് മിശ്രയായിരുന്നു, ഒരു 9-അംഗ ബെഞ്ച് 2017 ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയിലൂടെ സ്വകാര്യത മൗലികാവകാശമാണെന്നും റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം മൗലികാവകാശമാണ് എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ, ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ ജസ്റ്റിഷ്യബിളാണ്. ആ മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ ആർക്കും ഇന്ത്യയിലെ ഏത് പൗരനും നേരിട്ട് കോടതികളെ സമീപിക്കാം. അപ്പോൾ 2017 ഈ സുപ്രീം കോടതിയുടെ ഈ ചരിത്ര വിധിയുടെ ഭാഗമായി കോടതി റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി.